ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫണ്ടമെൻറ്റൽസ് ഓഫ് ജനറേറ്റീവ് അഡ്വേഴ്സേറിയൽ നെറ്റ്വർക്ക്സിനെ പറ്റിയാണ്. GAN എന്ന് ഷോർട്ടായിട്ട് പറയും. GAN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീപ്പ് ലേണിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്ന ജനറേറ്റീവ് മോഡലിംഗ് ഉപയോഗിക്കുന്ന ഒരു അപ്രോച്ചാണ് GAN. എന്ന് വെച്ചാൽ ജനറേറ്റീവ് അഡ്വേഴ്സേറിയൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്രോച്ചാണ്. ഡീപ്പ് ലേണിംഗ് യൂസ് ചെയ്യുന്ന ഒരു ജനറേറ്റീവ് മോഡലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന അപ്രോച്ചാണ് GAN. അതിനൊരു മറ്റൊരു എക്സാമ്പിളാണ് CNN, കോൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ സാധനം. ഇനി എന്താണ് ഈ ജനറേറ്റീവ് മോഡലിംഗ് എന്നുള്ള നോക്കുക. ജനറേറ്റീവ് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ജനറേറ്റീവ് മോഡലിംഗ് ഈസ് ആൻ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അപ്രോച്ച് ദാറ്റ് ഇൻവോൾവ്സ് ഓട്ടോമാറ്റിക്കലി ഡിസ്കവറിംഗ് ആൻഡ് ലേണിംഗ് പാറ്റേൺസ് ഇൻ ഇൻപുട്ട് ഡാറ്റ സച്ച് ദാറ്റ് ദ മോഡൽ ക്യാൻ ബി യൂസ്ഡ് ടു ജനറേറ്റ് ന്യൂ എക്സാമ്പിൾസ് ഫ്രം ഒറിജിനൽ ഡാറ്റ സെറ്റ്. ഈ ജനറേറ്റീവ് മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് അപ്രോച്ചാണ്. ആ ലേണിംഗ് അപ്രോച്ച് ആണെങ്കിൽ ഒരു ഇൻപുട്ട് ഡാറ്റയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഡാറ്റൻ്റെ പാറ്റേൺസ് ഫൈൻഡ് ചെയ്തിട്ട് ആ പാറ്റേണിനെ പറ്റി പഠിച്ചിട്ട് പുതിയ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഉള്ള എക്സാമ്പിൾസിൽ നിന്ന് പുതിയ ഒറിജിനൽ ആയിട്ടുള്ള ഡാറ്റ സെറ്റിൽ നിന്ന് പുതിയ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി ഡാറ്റേൻ്റെ പാറ്റേണും കാര്യങ്ങളും പഠിച്ചിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് അല്ല, അതുപോലുള്ള വേറെ സാധനങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ ഒരു ഡോഗ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡാറ്റ സെറ്റ്, ഒരു ഗ്രാഫിക്കൽ ഫോട്ടോ നമുക്ക് ഗൂഗിളിലൊക്കെ കാണാം. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതുപോലെ ഒരുപാട് ഫോട്ടോസ്, ഡോഗ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരുപാട് ഫോട്ടോസ് ഫൈൻഡ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് ഇത് കണ്ടുപിടിക്കുന്നതാണ്. ഇത് ഡോഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ആ ഡാറ്റ പോയിൻറ്റ്സ് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. അതിലൊക്കെ യൂസ് ചെയ്യുന്ന ടെക്നോളജി തന്നെയാണ് GAN തന്നെയാണ്. GAN is a way of training generative model by framing problem as a supervised learning problem with two submodels. GAN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേ ഓഫ് ട്രെയിനിങ് ആണ്. ജനറേറ്റീവ് മോഡലിനെ ഉള്ളൊരു വേ ഓഫ് ട്രെയിനിങ് പാടിയാണ്. അത് ഉള്ള പ്രോബ്ലത്തിനെ എന്ന് വെച്ചാൽ സൂപ്പർവൈസ്ഡ് ലേണിംഗ് പ്രോബ്ലത്തിനെ ടു സബ് മോഡൽസ് ആക്കി മാറ്റിയിട്ട് GAN ഒരു ട്രെയിനിങ് കൊടുക്കുന്ന മെത്തേഡ് കൂടിയാണ് GAN. ഇതിൽ രണ്ട് കമ്പോണൻസ് ഉണ്ടാവും, ജനറേറ്റർ ആൻഡ് ഡിസ്ക്രിമിനേറ്റർ. ജനറേറ്റർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജനറേറ്റർ ഇറ്റ് ഈസ് ട്രെയിൻഡ് ടു ജനറേറ്റ് ന്യൂ ഡാറ്റ സെറ്റ്. ഫോർ എക്സാമ്പിൾ ഇൻ കമ്പ്യൂട്ടർ വിഷൻ ഇറ്റ് ജനറേറ്റ്സ് ന്യൂ ഇമേജസ് ഫ്രം എക്സിസ്റ്റിംഗ് റിയൽ വേൾഡ് ഇമേജസ്. അതിൻ്റെ ഫസ്റ്റത്തെ പാർട്ടായ ജനറേറ്റർ എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്യും. ഈ ഓൾറെഡി ഉള്ള എക്സാമ്പിളിൽ നിന്ന് പുതിയ ഡാറ്റ സെറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ജനറേറ്ററിൻ്റെ പണി. ഡിസ്ക്രിമിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കമ്പയർസ് ദോസ് ഇമേജസ് വിത്ത് സം റിയൽ വേൾഡ് ഇമേജസ് എക്സാമ്പിൾസ് ആൻഡ് ക്ലാസിഫൈ റിയൽ ആൻഡ് ഫേക്ക് ഇമേജസ്. ഡിസ്ക്രിമിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജനറേറ്റർ ക്രിയേറ്റ് ചെയ്ത ഡാറ്റ സെറ്റിനെ ഓൾറെഡി ഉള്ള റിയൽ വേൾഡ് ഇമേജായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് അത് ഫേക്ക് ആണോ റിയൽ ആണോ എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ട് ഫേക്ക് ആണെങ്കിൽ അതിനെ ഒഴിവാക്കും, അല്ലെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് ഫേക്ക് ആണോ റിയൽ ആണോ എന്നുള്ള രീതിയിൽ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിസ്ക്രിമിനേറ്റർ. The generator generates some random images and then discriminator compares those images with some real world table images and send feedback to the itself and generator. എന്നുവെച്ചാൽ ജനറേറ്റർ റാൻഡമായിട്ട് കുറച്ച് ഇമേജസ് ആദ്യം ക്രിയേറ്റ് ചെയ്യും, പിന്നെ അത് ഡിസ്ക്രിമിനേറ്റർ കമ്പയർ ചെയ്യും ഈ ഒറിജിനൽ ഇമേജ് സെറ്റായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഡിസ്ക്രിമിനേറ്റർക്കും ജനറേറ്ററിനും തിരിച്ച് റെസ്പോൺസ് ചെയ്യും. എന്നുവെച്ചാൽ ജസ്റ്റ് റാൻഡമായിട്ട് ഉണ്ടാക്കിയ ക്രിയേറ്റ് ചെയ്ത ഇമേജ് ഇതായിട്ട് മാച്ചിങ് ആണോ അല്ലെന്നുള്ള രീതി ചെക്ക് ചെയ്യും. എന്നിട്ട് അതിനെ രണ്ടാമത് ഒന്നും പാടെ മാച്ച് ആവുന്ന രീതിയിൽ കുറച്ച് അൽഗോരിതം കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്തിട്ട് ഒന്നും പാടെ മാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെ ഓരോ പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്ത് അറ്റ് ലാസ്റ്റിലേക്ക് വരുന്നതനുസരിച്ച് അത് പെർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കും. പെർഫെക്റ്റ് ചെയ്തിട്ട് അതിന് വേറെ ടൈപ്പ് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇതിന്. ഇനി ഇതിൻ്റെ സ്റ്റെപ്സാണ് പറയുന്നത്. ഇതിന് കാര്യമായിട്ട് 2 സ്റ്റെപ്സാണ് ഉള്ളത്. സ്റ്റെപ്പ് 1 ട്രെയിനിങ് ഡിസ്ക്രിമിനേറ്റർ ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത് ട്രെയിനിങ് ഓഫ് ജനറേറ്ററാണ്. അപ്പോൾ ഡിസ്ക്രിമിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസ്ക്രിമിനേറ്ററിൽ ഉള്ള സബ് സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ്ലി സം റാൻഡം നോയ്സ് സിഗ്നൽ ഈസ് സെൻഡ് ടു എ ജനറേറ്റർ വിച്ച് ക്രിയേറ്റ്സ് സം യൂസ്ലെസ് ഇമേജ് ഓഫ് കണ്ടെയ്നിങ് നോയ്സ്. ആദ്യമായിട്ട് ജസ്റ്റ് ഒരു നോയ്സ് ഉള്ള എന്ന് വെച്ചാൽ വെറുതെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും, അതിലൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് കുറച്ച് നോയ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല, ഡാറ്റ ഒന്നും ഉണ്ടാവില്ല. അത് ജസ്റ്റ് ജനറേറ്ററിന് സെൻഡ് ചെയ്ത് കൊടുക്കും. 2 ഇൻപുട്ട്സ് ആർ ഗിവൺ ടു ഡിസ്ക്രിമിനേറ്ററിന് റിയൽ ഇമേജും അതുപോലെ തന്നെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഒരു നോയ്സി ഇമേജും ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് ഈസ് ദ സാമ്പിൾ ഔട്ട്പുട്ട് ഇമേജ് ജനറേറ്റ് ഫ്രം ദ ജനറേറ്റർ ആൻഡ് സെക്കൻഡ് ബീയിങ് ദ റിയൽ വേൾഡ് ഡോഗ് ഇമേജ് സാമ്പിൾസ്. എന്ന് വെച്ചാൽ ആദ്യം കൊടുക്കുന്നത് നോയ്സും ആയിരിക്കും, രണ്ടാമത് കൊടുക്കുന്ന റിയൽ വേൾഡ് ഡോഗ് ഇമേജിൻ്റെ സാമ്പിൾസും ആയിരിക്കും കൊടുക്കുക. ദെയറാഫ്റ്റർ ദ ഡിസ്ക്രിമിനേറ്റർ പോപ്പുലേറ്റ് സം വാല്യൂസ് ആഫ്റ്റർ കമ്പയറിംഗ് ദ ബോത്ത് ഇമേജസ് വിച്ച് ക്യാൻ ബി സീൻ ഇൻ ഫിഗർ 1
It calculates 0.8, 0.3 and 0.5 for the generator output images and 0.1, 0.9 and 0.2 for the real world images. അപ്പോൾ ഇത് വെച്ച് കമ്പയർ ഈ രണ്ടെണ്ണം കൊടുത്ത് ഡിസ്ക്രിമിനേറ്റർ ഇതിൻ്റെ സം പോപ്പുലേഷൻ വാല്യൂസ് ഒക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് വാല്യൂസ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വാല്യൂസ് ആഡ് ചെയ്തിട്ട് കമ്പയർ ചെയ്ത് നോക്കൂ, ഇത് ഏകദേശം മാച്ചിങ് ആണോ അല്ലെങ്കിൽ ഈ ഒരേ ഒബ്ജക്റ്റ് ആണോ അതിലുള്ളതെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. ആ ഇമേജാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ മനസ്സിലാക്കും ഒരു നോയ്സി ആയിട്ടുള്ള സാധനം ഏതാണ്, അതുപോലെ ഒറിജിനൽ ഇമേജ് ഏതാ വരുന്നതെന്ന് ഫൈൻഡ് ചെയ്ത് രണ്ടും ഒരുമിച്ച് കമ്പയർ ചെയ്ത് ഫൈൻഡ് ചെയ്ത് മനസ്സിലാക്കി വെക്കും, രണ്ട് സെറ്റാക്കി മനസ്സിലാക്കി വെക്കും. After that, now an error is calculated by comparing probabilities of generated images with 0 and comparing probabilities of real world images with 1. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേറ്റഡ് ഇമേജ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത നോയ്സി ആയിട്ടുള്ള ഇമേജ് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ പ്രോബബിലിറ്റി 0 ആക്കിയിട്ടും റിയൽ വേൾഡ് ഇമേജിൻ്റെ പ്രോബബിലിറ്റി 1 ആക്കിയിട്ടും സെറ്റ് ചെയ്യും. After calculating individual errors, it will calculate cumulative error, which is back propagated and the weights of the discriminator are adjusted. This is how a discriminator is trained. ഇങ്ങനെയാണ് ഒരു ഡിസ്ക്രിമിനേറ്ററെ ട്രെയിൻ ചെയ്യുന്നത് പറഞ്ഞ് ഈ രണ്ടെണ്ണം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം രണ്ടും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇതിന് രണ്ടിനും പാടെ ജസ്റ്റ് ഒരു പെർസെൻറ്റേജ് ഒരു കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും മാച്ചിങ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. എന്നിട്ട് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുന്ന നോയ്സിൽ കുറച്ചും കൂടെ ഡാറ്റ ആഡ് ചെയ്ത് വെക്കും, കുറച്ചും കൂടെ ഡാറ്റ പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഡാറ്റ പോയിൻറ്റ്സ് ആഡ് ചെയ്യും. ഈ കിട്ടിയ റിസൾട്ട് യൂസ് ചെയ്തിട്ടായിരിക്കും അടുത്ത ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്, അടുത്ത നോയ്സ് ആയിട്ടുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ കിട്ടിയ സാധനം വെച്ചിട്ടായിരിക്കും. അങ്ങനെ ഓരോ പ്രാവശ്യവും ഓക്കെ അതിന് ശേഷം ഫസ്റ്റ് ഫോട്ടോ ഇതാണ്, അതിൻ്റെ ഫസ്റ്റ് നോയ്സ് ആഡ് ചെയ്യുന്നത്, പിന്നെ റിയൽ വേൾഡ് ഡോഗ്സിനെ കുറച്ച് ഫോട്ടോ ആഡ് ചെയ്തെടുക്കുന്നത്, അതിന് രണ്ട് കാറ്റഗറി ചെയ്തിട്ട് മാറ്റുന്നത്, അതിനെ പെർസെൻറ്റേജ് കണ്ടിട്ട് കുറച്ച് പ്രോബബിലിറ്റി കണ്ടിട്ട് രണ്ട് ഡാറ്റ സെറ്റാക്കി മാറ്റുന്നത്. സ്റ്റെപ്പ് 2 ട്രെയിനിങ് ഓഫ് ജനറേറ്ററാണ്, ജനറേറ്ററെ ട്രെയിനിങ് ചെയ്യുന്ന സ്റ്റെപ്സാണ്. ആസ് പ്രീവിയസ്ലി ഇൻ സ്റ്റെപ്പ് 1 ദ ലോസ് ഈസ് ബാക്ക് പ്രൊപ്പഗേറ്റഡ് ടു ഡിസ്ക്രിമിനേറ്റർ ടു അഡ്ജസ്റ്റ് ഇറ്റ്സ് വെയ്റ്റ്. ഈ ലാസ്റ്റ് കിട്ടിയ ഡിസ്ക്രിമിനേറ്ററിൻ്റെ വെയ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. നൗ വി ഓൾസോ നീഡ് ടു ബാക്ക് പ്രൊപ്പഗേറ്റ് ആൻ എറർ ടു ജനറേറ്റർ സോ ദാറ്റ് ഇറ്റ് ക്യാൻ അഡ്ജസ്റ്റ് ഇറ്റ്സ് വെയ്റ്റ് ആസ് വെൽ ആസ് ആൻഡ് ട്രെയിൻ ഇറ്റ് സെൽഫ് ടു ജനറേറ്റ് ഇംപ്രൂവ്ഡ് ഇമേജ്. അപ്പോൾ ഈ കിട്ടിയ റിസൾട്ട് വെച്ചിട്ട് ഈ ജനറേറ്ററിനെ ഒന്നും പാടെ ഇമ്പ്രൂവ് ചെയ്ത ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നു. ഇപ്പോൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ ഇമേജിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ തിരിച്ച് ജനറേറ്ററിലേക്ക് തന്നെ പാസ് ചെയ്യുന്നു. നൗ ദ ഇമേജസ് ജനറേറ്റഡ് ഫ്രം ദ ജനറേറ്റർ ആർ യൂസ്ഡ് ആസ് ഇൻപുട്ട് ടു ദ ജനറേറ്റർ ഇറ്റ്സെൽഫ് ഇൻസ്റ്റെഡ് ഓഫ് റാൻഡം നോയ്സ്. ആ റാൻഡം നോയ്സിന് പകരം അടുത്ത ഇൻപുട്ടായിട്ട് ജനറേറ്ററിലേക്ക് കൊടുക്കുന്നത് ഇപ്പോൾ കിട്ടിയ നോയ്സ് നമ്മൾ ഇപ്പോൾ കിട്ടിയ അപ്ഡേറ്റഡ് സാധനമായിരിക്കും കൊടുക്കുന്നത്. അതിൽ നിന്നാണ് പുതിയ ഇമേജ് ജനറേറ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്, ഒന്നും പാടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ സാധനം വെച്ചിട്ടായിരിക്കും. ദ ന്യൂലി ജനറേറ്റഡ് ഇമേജ് ഫ്രം ദ ജനറേറ്റർ വിൽ നൗ ബി ആൻ ഇൻപുട്ട് ടു ദ ഡിസ്ക്രിമിനേറ്റർ വിച്ച് അഗൈൻസ് കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റീസ് ലൈക്ക് 0.5, 0.1 ആൻഡ് 0.2. ഇനി രണ്ടാമത് ക്രിയേറ്റ് ചെയ്യുന്ന നോയ്സിൽ നിന്ന് രണ്ടാമത് ജനറേറ്റർ ക്രിയേറ്റ് ചെയ്ത ഒന്നും പാടെ മാച്ചിങ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും അടുത്ത ഡിസ്ക്രിമിനേറ്ററിൻ്റെ ഫസ്റ്റ് ഇൻപുട്ടായിരിക്കാം. ഡിസ്ക്രിമിനേറ്റർ രണ്ടാമത്തെ ഇൻപുട്ട് എപ്പോഴും നമ്മൾ ആദ്യം കൊടുത്ത ആ ഡോഗ്സിൻ്റെ ഡാറ്റ സെറ്റ് തന്നെയായിരിക്കും. അതായിട്ടായിരിക്കും ഈ കമ്പയർ ചെയ്യുക. 0.5, 0.1, 0.2 എന്നൊക്കെ പറയുന്ന ഒറിജിനൽ ഡാറ്റയാണ്, നമ്മളെ ഡോഗ്സിൻ്റെ ഡാറ്റയാണ്. നൗ ആൻ എറർ വിൽ ബി കാൽക്കുലേറ്റഡ് ബൈ കമ്പയറിംഗ് പ്രോബബിലിറ്റീസ് ഓഫ് ജനറേറ്റഡ് ഇമേജ് വിത്ത് 1. അപ്പോൾ നമ്മൾ ഒന്നും പാടെ ഡിസ്ക്രിമിനേറ്ററിൽ നിന്ന് രണ്ടാമത് ഉണ്ടാക്കിയ ഇമേജസിനെ നമ്മൾ രണ്ടാമത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും, പ്രോബബിലിറ്റി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും, എത്രത്തോളം മാച്ചിങ് ആണ്, എത്രത്തോളം ആ ഒബ്ജക്റ്റ് അതിലുണ്ട് എന്നുള്ളത് കമ്പയർ ചെയ്ത് നോക്കും. ആഫ്റ്റർ കാൽക്കുലേറ്റിംഗ് ഇൻഡിവിജ്വൽ എറേഴ്സ് ഇറ്റ് വിൽ കാൽക്കുലേറ്റ് ക്യുമുലേറ്റീവ് എറർ. നേരത്തെ സ്റ്റെപ്പ് തന്നെയാണ്, ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എറർ കാൽക്കുലേറ്റ് ചെയ്യും, അതിനുശേഷം ക്യുമുലേറ്റീവ് എറർ കാൽക്കുലേറ്റ് ചെയ്യും, വിച്ച് ഈസ് പിന്നെ രണ്ടാമത് ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യും, രണ്ടാമത് ഈ ജനറേറ്ററിലേക്ക് പാസ് ചെയ്യും. ദ വെയ്റ്റ്സ് ഓഫ് ജനറേറ്റർ ആർ അഡ്ജസ്റ്റ് ചെയ്യും. ദിസ് ഈസ് ഹൗ ജനറേറ്റർ ഈസ് ട്രെയിൻഡ്. അങ്ങനെയാണ് ജനറേറ്ററിനെ ട്രെയിൻ ചെയ്യിക്കുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇത് ഒന്നും പാടെ ഒറിജിനൽ ഇമേജിൻ്റെ ഡാറ്റ സെറ്റായിട്ട് അടുത്ത് വരുന്ന രീതിയിലായിരിക്കും ജനറേറ്റർ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിസ്ക്രിമിനേറ്റർ അത് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് രണ്ടാമത് ജനറേറ്ററിലേക്ക് പാസ് ചെയ്യും. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ആഫ്റ്റർ എ ഫ്യൂ ഐറ്ററേഷൻസ് ദ ജനറേറ്റർ സ്റ്റാർട്ട് ജനറേറ്റിംഗ് ഇമേജസ് ക്ലോസ് ടു റിയൽ വേൾഡ് ഇമേജസ്. റിയൽ വേൾഡ് ഇമേജ് ആയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ഡോഗിൻ്റെ കുറച്ച് ഫോട്ടോ സെറ്റാണ്. അപ്പോൾ അതിനോട് അടുത്ത് നിൽക്കുന്ന റിയൽ വേൾഡ് ഇമേജിനോട് അടുത്ത് നിൽക്കുന്ന ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ജനറേറ്റർ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്
ജനറേറ്റിംഗ് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. സൂപ്പർ റെസൊല്യൂഷൻസ് കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യാം. കാരണം അത് ക്രിയേറ്റ് ആണല്ലോ, പ്രോഗ്രാം വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല റെസൊല്യൂഷൻ നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇമേജിൽ മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റും. ഫോട്ടോ റിയലിസ്റ്റിക് ഇമേജ് കൊണ്ടുവരാൻ പറ്റും. ഫേസ് ഏജിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരാളെ ഫേസ് ഏജ് ആയി കഴിഞ്ഞാൽ, കുറച്ച് ഓൾഡ് ഏജ് ആയി കഴിഞ്ഞാൽ ഫേസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.